പ്രവാസ ലോകത്തെ വാർത്തകൾ. അമേരിക്ക ഇറാൻ ഭിന്നത പരിഹരിക്കാൻ നിർണായക ഇടപെടലുമായി ഖത്തർ. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടത്തും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് നീക്കവുമായി ഖത്തർ. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ വ്യാഴാഴ്ച തെഹ്റാൻ സന്ദർശിക്കും. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരിയാണ് സന്ദർശന വിവരം അറിയിച്ചത്. ടെഹ്റാനിൽ നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തും. ഹോർമുസിലൂടെയുള്ള സ്വതന്ത്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നതാണ് ഖത്തർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഖത്തർ നേരത്തെ പ്രധാന മധ്യസ്ഥ പങ്ക് വഹിച്ചിരുന്നു. ജൂണിൽ ഖത്തറിന്റെ ഇടപെടലിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തുകയും സംഘർഷത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ ജൂലൈയിൽ ആ ധാരണ തകരുകയും സംഘർഷം വീണ്ടും രൂക്ഷമാവുകയും ചെയ്തു. യുദ്ധം വലിയ തോതിൽ ശമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരമായ നയതന്ത്ര പരിഹാരം ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ വിസ തട്ടിപ്പ് പരസ്യങ്ങൾ വ്യാപകമാകുന്നു. ജനങ്ങൾ ഇത്തരം പരസ്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. വ്യാജ പരസ്യങ്ങളിലൂടെ വിസ വാഗ്ദാനം ചെയ്ത പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും സന്ദേശം അയക്കുന്ന ആപ്പുകൾ വഴിയുമാണ് ഇത്തരം വ്യാജ തൊഴിൽ, റെസിഡൻസി, സന്ദർശന വിസ പരസ്യങ്ങൾ പ്രചരിക്കുന്നത്. വിസ സംബന്ധമായ എല്ലാ നടപടികളും അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളോ ലൈസൻസുള്ള ഓഫീസുകളോ വഴി മാത്രം ചെയ്യുക. ഇടനിലക്കാരെയും വിശ്വസനീയമല്ലാത്ത ഏജൻസികളെയും ഒഴിവാക്കുക. ലഭിക്കുന്ന വിസ വാഗ്ദാനങ്ങളുടെയും വിവരങ്ങളുടെയും നിജസ്ഥിതി ഔദ്യോഗിക ചാനലുകളിലൂടെ മാത്രം പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. പണം നഷ്ടപ്പെടുകയോ തട്ടിപ്പ് ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ ഉടൻ പരാതിപ്പെടാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള വാണിജ്യ നിക്ഷേപ സൗഹൃദ വേദിയാകാൻ ഒമാൻ. ഇൻസ്പയർ ഒമാൻ സമ്മിറ്റിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒമാന്റെ വാണിജ്യ നിക്ഷേപ സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഇൻസ്പയർ ഒമാൻ സമ്മിറ്റിനായി രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 14 മസ്കറ്റിലെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സമ്മിറ്റിൽ ഗ്ലോബൽ ബിസിനസ് രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഒമാനിലെയും ഇന്ത്യയിലെയും വിവിധ മന്ത്രിമാർ, ബിസിനസ് രംഗത്തെ അധികായർ, നയരൂപകർത്താക്കൾ, ലോകപ്രശസ്തരായ ബിസിനസ് ട്രെയിനേഴ്സ് തുടങ്ങിയവർ സംബന്ധിക്കും. സുസ്ഥിര സമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജ മേഖല, ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിവിധ സെക്ഷനുകളും പാനൽ ചർച്ചകളും നടക്കും. ഇൻസ്പയർ ഒമാൻ സമ്മിറ്റിൽ പങ്കെടുക്കുന്ന VVIP, VIP ഡെലിഗേറ്റുകൾക്കും മാധ്യമ പ്രവർത്തകർക്കുമുള്ള രജിസ്ട്രേഷൻ വിൻഡോ വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.